ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാരീസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വാങ്ങിയ കുറച്ച് ബാഗ്സ് സാരി സ്റ്റോറേജ് ബാഗ്സുകൾ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോന്നാണ്. ഒരു ഓഫറിലൊക്കെ നമുക്ക് ഇത്ര 250 രൂപയ്ക്ക് ഇത്ര പീസ് 10-12 പീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയതാണ്. എനിക്ക് നല്ല ഉപകാരമായിട്ടുണ്ട്. കാരണം നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് അലമാര കേട്ടോ, അത്ര വലിയ ഒരു അലമാര എന്നല്ല. അപ്പോൾ ഞാൻ ഈ ഉള്ള സാരീസ് നമ്മളൊക്കെ ഈ ബാഗിലാക്കിയിട്ടാണ് അങ്ങനെ അടുക്കി വെക്കുക. അപ്പോൾ നല്ല വൃത്തിയിലിരിക്കും കേട്ടോ. നമുക്ക് അയൺ ചെയ്യാൻ അങ്ങനെ പ്രശ്നം അയൺ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓൾറെഡി സെറ്റായിട്ട് ഇരിക്കും കേട്ടോ അവിടെ, പ്രത്യേകിച്ച് കോട്ടൺ സാരീസൊക്കെ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ബാഗുകൾ അത് ഇങ്ങനെയാണ് സാരികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്, സെറ്റാക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഫസ്റ്റ് പിറന്നാളിൻ്റെ അടുത്തുള്ള ഫോട്ടോ ആണ് കേട്ടോ. അപ്പം നമ്മൾ വെട്ടിയിട്ട് ഇവിടെ ഒട്ടിച്ചതാണ്. കേടുവന്ന് പോകണ്ട വെച്ചിട്ട്. കേടുവന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഗ്ലാസ്, അലമാരയുടെ ഗ്ലാസ് കണ്ണൻ ചെറിയ കുട്ടിയാകുമ്പോൾ പൊട്ടിച്ചതാണ് കേട്ടോ. പിന്നെ അത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കത് തുറക്കാം. ഇങ്ങനെയാണ് ഞാൻ ബാഗിലാക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ എൻ്റെ സാരികൾ സെറ്റുമുണ്ട്, അതുപോലെ ചുരിദാർ, അതൊക്കെ ഞാൻ ബാഗിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ സാരിയൊക്കെ നമുക്ക് ഈ ഒരു ഇത് കൂടെ കാണാൻ പറ്റും, പറയില്ലേ, ഏത് പ്ലെയിനായിട്ട് ഭാഗത്ത് കൂടെ നമുക്ക് സാരികളൊക്കെ ഇങ്ങനെ മടക്കി വെക്കാം കേട്ടോ. പിന്നെ വൃത്തിയിൽ കാണാൻ പറ്റും. സാരികളെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതായിട്ട് നമുക്കിതങ്ങനെ ബാഗിലാക്കി വെക്കാം. ഇത് നമുക്ക് വേണ്ട സാരികൾ നമുക്ക് ഇതൊക്കെ കാണാം കേട്ടോ. ഞാൻ തുറന്ന് കാണിച്ചു തരാം. നമുക്ക് വൃത്തിയിലിരിക്കും. നമ്മൾ വെച്ച സാരികളൊക്കെ നല്ല വൃത്തിയിലിരിക്കും. 2 സിബുണ്ട്, നോക്കി വെക്കും. നല്ല വൃത്തിയിലുണ്ട്. ഓരോ സാരികൾ നമ്മൾ വെച്ച പോലെ വൃത്തിയിലിരിക്കുന്നുണ്ട്. അയൺ ചെയ്ത സാരികൾ, പട്ട് സാരികളായിക്കോട്ടെ, അതുപോലെ ഇതാണ് ഓരോ സാരികൾ നമ്മൾ വെച്ച പോലെ വൃത്തിയിൽ നമുക്ക് ഇരിക്കുന്നത് കാണാം കേട്ടോ. ഈ ഒരു ബാഗ് കൊണ്ട് നമുക്ക് അത്രയും നല്ലൊരു ഗുണമാണ്. നമുക്ക് അയൺ ചെയ്ത് വെച്ച് അതേപോലെ നമ്മുടെ സാരീസൊക്കെ വൃത്തിയിൽ നമുക്ക് എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എടുത്തു പോവാം കേട്ടോ. വീണ്ടും അയൺ ചെയ്യണം അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നമുക്ക് വൃത്തിയിൽ വെച്ച പോലെ നല്ല വൃത്തിയിൽ. മറ്റൊരു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ സാരികളൊക്കെ എല്ലാം അങ്ങനെ അടുക്കി ഒരിടത്ത് പിന്നെ യൂസ് ചെയ്യുമ്പോൾ വൃത്തിയില്ലാണ്ട് ഇരുന്നിരുന്നു കേട്ടോ. ഇത് ഈ ഒരു ബാഗ് വാങ്ങിയതിന് ശേഷം എൻ്റെ എല്ലാ സാരികളും നല്ല വൃത്തിയിൽ നീറ്റായിട്ടാണ് കേട്ടോ എല്ലാ സാരികളും ഇരിക്കുന്നത്. നമ്മൾ കുറേ മുൻപത്തെ സാരികളൊക്കെ ഉണ്ട്, വേണം വൃത്തിയിലാണ് ഇരിക്കുന്ന സാരികളെല്ലാം നല്ല വൃത്തിയിൽ. ഓരോന്നെടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. നമ്മൾ വെച്ച പോലെ തന്നെയാണ് എല്ലാ സാരികളും. ഇതിൽ അത്ര നല്ല വൃത്തിയാണ് കേട്ടോ. നമുക്ക് ഈ ബാഗ് വാങ്ങിയാൽ നമ്മൾ ഓരോ ഡ്രസ്സും അത്ര നല്ല നീറ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. 10 സാരികൾ ഇതിൽ സൂക്ഷിക്കാൻ പറ്റും. 10 അതിന് കൂടുതലും വെക്കാം. ഞാൻ ഒരു ബോക്സിൽ 10 എണ്ണം, അതായത് ചില ഇതിൽ ഞാൻ 10നും കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചില കുഴഞ്ഞ സൈസുള്ള സാരികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഉടുത്ത ദേഹത്തോട് ഒട്ടി നിൽക്കുന്ന കുഴഞ്ഞ സൈസ് സാരികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാരികൾക്കൊക്കെ ഞാൻ അതിൽ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 10ലും കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയിട്ട് ഒരു 10 എണ്ണമാണ് ഒരു ബോക്സിൽ വെച്ചിട്ടുള്ളത്. നമുക്കിത് സുഖമാണ്, അലമാരയിൽ വെക്കാനും സുഖമാണ് കേട്ടോ. അങ്ങനെ 2 സിബുണ്ട്. ഇതിൽ ഒരു സാരി 2 സാരി ഒക്കെ നമുക്ക് വെക്കാം. പക്ഷെ ഞാൻ വെക്കുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ബോക്സ്. ഇനി അതേപോലെ വേറൊരു ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ നെക്സ്റ്റ് സാരിയുടെ ഒരു ബോക്സ്. ഇതാണ് നമ്മുടെ ബാഗ്. നോക്കുക, അതിലും ഇതേപോലെ നമുക്കിതിൽ ഈ സ്പേസിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്കിതാ ഞാൻ കാണിച്ചിരുന്ന സാരിയാണ്, മീഷോന്ന് വാങ്ങിയ സാരികൾ. ഒരു സാരി കുറേ വെക്കാം കേട്ടോ. കുറേ വെക്കാം. ഇതിലൊക്കെ സാരി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് കുറേ സാരികൾ നമുക്കിതാ ഈ ഒരു ബോക്സിൽ നമുക്ക് വെക്കാം. കുറേ സാരികൾ വെക്കാം കേട്ടോ ഈ ഒരു ബോക്സിൽ. ഇതൊക്കെ ഞാൻ ഈ ഒരു കഴിഞ്ഞ വർഷം 2 വല്യമ്മയുടെ മകൻ്റെ കല്യാണത്തിലൊക്കെ വാങ്ങിയ സാരിയാണ് കേട്ടോ. അത് നല്ല സാരിയാണ്. പിന്നെ ഇത് ഞാൻ വർക്ക് ചെയ്ത സ്കൂളത്തെ ആനുവൽ ഡേക്ക് വാങ്ങിയ സാരിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അന്ന് ഉടുത്ത, പിന്നെ ഇതുവരെ ഉടുത്തിട്ടില്ല. അന്ന് അയൺ ചെയ്ത് വൃത്തിയാക്കി വെച്ചതാണ്. ഒരു ചുളിവോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല ഭംഗിയാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ കാണാൻ. ഈ സാരി എനിക്ക് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. അതുപോലെ ഇതൊരു വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ വാങ്ങിക്കുന്ന സാരിയാണ്. അങ്ങനെ നമുക്കിതിൽ കുറേ സാരികൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വൃത്തിയാണ്. ഈ നമ്മൾ മടക്കി വെച്ചാൽ അതേപോലെ തന്നെ അവിടെ ഇരിക്കും. അത്രയും വൃത്തിയാണ്. അതൊക്കെ ഒരു വട്ടം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ വെച്ചതാണ്. അത്രയും നീറ്റായിട്ട് തന്നെയാണ് ഈ സാരിയൊക്കെ അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അങ്ങനത്തെ ഒരു
സാരീസൊക്കെ വെക്കാൻ പറ്റുന്ന ബാഗുകൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ അയൺ ചെയ്യണം, അല്ലെങ്കിൽ അത് വൃത്തിയാക്കണം, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. അത്രയും നീറ്റായിട്ട് നമ്മൾ വയ്ക്കുന്ന ഓരോ സാരികളും അത്രയും നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഈ ഒരു ബാഗിൻ്റെ ഉള്ളിൽ. അതുപോലെ ബ്ലൗസുകളും നമുക്കിങ്ങനെ വെക്കാം, സാരീസിൻ്റെ ബ്ലൗസുകളും വെക്കട്ടെ. ഇനി നമുക്കിതിൽ സാരീസ് വെക്കാം, പക്ഷെ ഞാൻ ഈ ഒരു ബാഗിൽ ഇത്ര വെച്ചിട്ടുള്ളൂ. അതിൽ സെറ്റ് മുണ്ടുകളും സെറ്റ് സാരിയൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാഗിൽ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് എടുക്കാം എന്നുള്ള പ്രയാസമില്ല, കാരണം ഈ ബാഗ് നമുക്ക് ഈ സ്പേസ് കൂടെ ഏത് സാരിയാണ് നമുക്ക് നോക്കാം, എന്നിട്ട് ആ ബാഗ് നമുക്ക് എടുത്താൽ മതി കേട്ടോ. എല്ലാ ബാഗും എടുത്ത് നോക്കണമെന്നില്ല, ഈ ഒരു പോർഷനിൽ കൂടെ നമുക്ക് നോക്കാം, എന്നിട്ട് ഏത് സാരിയാണ് വേണ്ടിച്ചാൽ ആ സാരി നമുക്ക് എടുക്കാം കേട്ടോ. അതാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നത്. നമുക്കിത് അല്ലെങ്കിൽ എല്ലാ ബാഗും നമ്മളിങ്ങനെ തുറന്ന് നോക്കിയെടുക്കണം, അതിൻ്റെ ആവശ്യമില്ല. നമുക്കിങ്ങനെ ഈ ഇതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സാരി വേണ്ടിച്ചാൽ അത് നമുക്ക് നോട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് സെറ്റ് മുണ്ട് ഒക്കെ വെക്കാം കേട്ടോ. സെറ്റ് മുണ്ട്, നമ്മുടെ സെറ്റ് മുണ്ട്, ഇത് സെറ്റ് സാരിയുടെ ഒരു ബോക്സാണ്. ഇത് ഞാൻ ഒരു ബാഗ് എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. സെറ്റ് സാരിയുടെ വേറൊരു ബാഗും കൂടി ഉണ്ട്. അപ്പം ഞാൻ സെറ്റ് സാരി നമുക്ക് ഇതേപോലെ വൃത്തിയിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഫസ്റ്റ് കാണുന്ന സെറ്റ് സാരി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വാങ്ങിയ സെറ്റ് സാരിയാണ്. പിന്നെ ഈ ഷോളൊക്കെ നമുക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കും, അയൺ ചെയ്ത് വെച്ചാലും അതേപോലെ ഇരിക്കും. അപ്പോൾ ജസ്റ്റ് മടക്കി വെച്ചാലും മതി കേട്ടോ, നമുക്ക് ആ വെച്ച പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വൃത്തിയായിട്ടിരിക്കുന്നുണ്ടാവും. പിന്നെ ഈ ഒരു സാരി എൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ. 11 കൊല്ലമായി, സാരിക്ക് കേടുപാടുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ കാണുന്ന സാരികളൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇത് കണ്ണനെ ഗർഭിണിയായിരിക്കുമ്പോൾ ഞാൻ പിന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ വാങ്ങിയ സെറ്റ് സാരിയാണ്. അപ്പോൾ അത് അത്രയും കൊല്ലമായി കേട്ടോ, കേടുപാടുകളൊന്നും വന്നിട്ടില്ല. നമ്മൾ ഈ ബാഗിൽ അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കും കേട്ടോ. എനിക്കത് എന്താ പറയുക, അത്രയും ഉപകാരമായി തോന്നിയിട്ടുണ്ട് ഈ ഒരു ബാഗ് കൊണ്ട്. പിന്നെ ഞാൻ സെറ്റ് സാരികൾ ഒരു ബാഗിൽ, അതേപോലെ സെറ്റ് മുണ്ട് ഒരു ബാഗിൽ, നമ്മുടെ ചുരിദാറുകൾ, കോട്ടൺ സാരി, അതേപോലെ പട്ട് സാരി, അതൊക്കെ ഓരോ ബോക്സിലാണ്. അപ്പോൾ നമുക്കെല്ലാം മിക്സഡായിട്ട് കിടക്കില്ല, നമ്മൾ അലമാരിൽ അങ്ങനെ എല്ലാം മിക്സഡായിട്ടല്ലേ ഉണ്ടാവും. നമുക്ക് ഒന്നെടുത്താൽ നമ്മൾ സ്പേസിലോടത്ത് വെക്കുക, അങ്ങനെയല്ലേ ചെയ്യാം. പക്ഷേ നമുക്കിത് ഒരു ബാഗ് എടുത്തപ്പോൾ കോട്ടൺ സാരിയുടെ ഒരു ബാഗ് എടുത്താൽ അതിൽ നമുക്ക് എല്ലാ കോട്ടൺ സാരി ഉണ്ടാവാത്തൊരു കോട്ടൺ സാരി എടുക്കാം, അങ്ങനെ കേട്ടോ. പിന്നെ ഈ ഒരു ബാഗിൽ ഞാൻ എൻ്റെ ജീൻസ്, അതേപോലെ അതിൻ്റെ ബനിയൻസ്, ടോപ്പ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോ സെക്ഷനാക്കി വെക്കാൻ പറ്റും കേട്ടോ. ഇത് അലമാറകളിൽ വെക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് അലമാറ സ്ഥലം കുറവാണെങ്കിൽ ഇങ്ങനെ ബാഗിലാക്കി വെക്കുമ്പോൾ നല്ല ഉപകാരമാവും കേട്ടോ. പിന്നെ മാത്രമല്ല നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അലമാറിൽ ആദ്യം നമ്മൾ ഈ ബാഗില്ലാതെ വെക്കുന്ന സമയത്ത് എനിക്ക് ഒരു സാരി എടുത്ത് പിന്നെ ആ സാരിയിൽ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ഒരു സാരി എടുത്ത് പിന്നെ ആ സാരി നമ്മൾ വാഷ് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തതല്ലേ, പിന്നെ എന്താ അതിൽ ഇപ്പോൾ വെക്കുമ്പോൾ സ്ഥലമില്ലാത്ത ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ബാഗ് വെച്ചതിന് ശേഷം എനിക്ക് നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഹാൻഡ് ബാഗ് വെക്കാനും, അതുപോലെ ഞങ്ങൾ ടൂർ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗ് വെക്കാനും, അല്ലാതുള്ള പുതപ്പ് കാര്യങ്ങൾ ബെഡ്ഷീറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാഗ് വാങ്ങിയതിന് ശേഷം. ഇത് മുകളിലിരിക്കുന്നത് കണ്ണൻ്റെ ഏട്ടൻ്റെയാണ്, ഏട്ടൻ്റെ മുണ്ടുകൾ, അതുപോലെ ഏട്ടൻ്റെ പാൻറ്റ്, ഷർട്ട്, കണ്ണൻ്റെ ഡ്രസ്സ്, അങ്ങനെയൊക്കെ ഒരു ബോക്സ് ആക്കിയിട്ട് ഈ ഒരു സൈഡ് മൊത്തം കണ്ണൻ്റെ ഏട്ടൻ്റെയാണ് വെച്ചിരിക്കുന്നത്. ബാക്കി മൊത്തം എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ, എൻ്റെ ചുരിദാർ, സാരീസ്. ഈ ഒരു പോർഷൻ എനിക്ക് ബാഗ് വയ്ക്കാൻ കിട്ടിയിട്ടുണ്ട്, മുൻപ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു ബാഗ് കൊണ്ട് നല്ല എന്താ പറയുക ഉപകാരം ഉണ്ടായിട്ടുണ്ട്, കാരണം കുറച്ച് കൂടുതൽ സ്പേസ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് സാരി സ്റ്റോറേജ് ബാഗ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ മീഷോന്ന് കിട്ടും കേട്ടോ. ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടാവും, അതിൽ സൗണ്ട് മാഡം പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ലൈറ്റിൻ്റെ പ്രശ്നം എന്തൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസും ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.